താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം. ഈ ആധുനിക കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. നമ്മളുടെ അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളിലും പ്രയാസങ്ങളിലും നമുക്ക് സഹായമാവുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മളുടെ കുടുംബജീവിതത്തെ കുറേ കൂടി സുന്ദരമാക്കാൻ ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് നാം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളിൽ പലരും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. നിങ്ങളുടെ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ കടന്നു വന്ന വിശിഷ്ടാതിഥികളെ നമുക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ആദ്യമായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ്. ഈ ചർച്ചകളുടെ സ്ഥിരം സാന്നിധ്യമായി സാറ് നമ്മോടൊപ്പമുണ്ട്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും പ്രസിദ്ധ വചനപ്രഘോഷകനുമായിരിക്കുന്ന ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഫാദർ വർഗീസ് കുത്തൂരിനെയാണ്. അച്ഛൻ നമ്മളുടെ കൂടെ ചർച്ചകളിൽ എന്നും സജീവമായി തന്നെയുണ്ട്. അച്ഛൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജരും കുടുംബ ബന്ധങ്ങളിൽ ഏറെ സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ മേരി റെജീന, കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറും അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയുമാണ്. ഏറെ സ്നേഹത്തോടെ റെജീന മാഡത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളുടെ രൂപീകരണത്തെക്കുറിച്ച് മാതാപിതാക്കൾ ഏറെ ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഈ രേഖയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എവിടെയാണ് നമ്മുടെ കുട്ടികൾ എന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടികളുടെ ധാർമ്മിക രൂപീകരണം ആരാണ് നടത്തേണ്ടത്? ആരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ വഴിയിലൂടെ നയിക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ചിന്തകളിലേക്കും ഒരിക്കൽ കൂടെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഒരു ഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഉള്ളിൽ കടന്നു വന്നിരിക്കുന്ന ഒരു ചിന്ത എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ രൂപീകരണം അധ്യാപകരോ അല്ലെങ്കിൽ അവരുടെ കാറ്റീസൺ ടീച്ചേഴ്സോ അല്ലെങ്കിൽ വൈദികരോ സിസ്റ്റേഴ്സോ ഒക്കെയാണ് നടത്തേണ്ടത്. മാതാപിതാക്കൾ കുറേ കൂടി പഠിപ്പിക്കുന്ന കാര്യത്തിലോട്ട് മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്ന പോലെ തോന്നുന്നു. മാതാപിതാക്കളുടെ ഈ കുട്ടികളുടെ ധാർമ്മിക രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ ഒരു റോള്, പ്രത്യേകിച്ച് മാർപ്പാപ്പ അത് എടുത്തു പറയുന്ന പോലെ എങ്ങനെയായിരിക്കും അത് കുറേ കൂടി മാഷ്ക്ക് അതൊന്ന് വ്യക്തമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പരിശുദ്ധ പിതാവ് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ധാർമ്മിക രൂപീകരണത്തിനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾ മറ്റാരെയും ഒരു കാരണവശാലും പൂർണ്ണമായി ഏൽപ്പിക്കരുത് എന്നാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ചിലർ ചിന്തിക്കുന്നത് ഈ ധാർമ്മിക രൂപീകരണം തന്നെത്താൻ ഉണ്ടായി വരുന്ന ഒരു പ്രക്രിയയാണെന്നാണ്. മറ്റു ചിലർ ചിന്തിക്കുന്നത് ഇത് തികച്ചും വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ മാത്രം ലഭിക്കേണ്ട ഒരു കാര്യമാണെന്നാണ്. പക്ഷേ പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ ഇത് കൃത്യമായി പാരൻസിൻ്റെ, മാതാപിതാക്കളുടെ യഥാർത്ഥ ദൗത്യം എന്ന് പറയുന്നത് ഫിസിക്സും സയൻസും എക്കണോമിക്സും പഠിപ്പിക്കലല്ല. എങ്ങനെയാണ് ഒരു കുട്ടി മനുഷ്യനായി സാമൂഹിക ജീവിയായി ജീവിക്കേണ്ട ധാർമ്മിക വ്യവസ്ഥ കൃത്യമായി അവന് ലഭിക്കുക എന്നതാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഏറ്റവും ആദ്യത്തെ ദൗത്യം. ആ ദൗത്യം മറന്നുപോവാണ്. ഈ ദൗത്യത്തിൽ തന്നെ മാതാപിതാക്കൾ എങ്ങനെയാണ് ഈ ദൗത്യം നിറവേറ്റുക, അതാണ് പലരുടെയും എങ്ങനെയാണ് ഇത് ചെയ്യുക. അതിന് ചില ആളുകൾ തല്ലും,
വേറെ ചില ആളുകൾ കുറ്റപ്പെടുത്തും. ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ സത്യം എന്താണ്, ദൈവം എന്താണെന്നൊക്കെ അറിയുന്നത് അപ്പൻ അമ്മേനെ സ്നേഹിക്കുന്നത് കുട്ടി കണ്ടിട്ട് വേണം യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്ന് കുട്ടി അറിയേണ്ടത്. ഞാൻ മദർ തെരേസയുടെ ഒരു ജീവിതത്തിലൊരു അനുഭവം വായിച്ചത്, മദർ തെരേസയുടെ അപ്പനും അമ്മയും നിരന്തരം കലഹിക്കും. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് മദർ തെരേസ എഴുതിയിരിക്കുകയാണ്, ഈ കലഹമൊക്കെ മറന്നിട്ട് അവർ എങ്ങനെയാണ് എൻ്റെ അപ്പനും അമ്മയും പരസ്പരം തീവ്രമായി സ്നേഹിക്കുന്നതെന്ന് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. നമ്മൾ ഈശോയുടെ ബാല്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതല്ല ആ സെൻറ്റൻസ്, ഒറ്റ സെൻറ്റൻസല്ലേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും, അതാണ് എനിക്ക് തോന്നുന്നത് ആ ധാർമ്മികത അവിടെയാണ് വരുന്നത്. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും സ്നേഹത്തിലെ അവരെ സ്നേഹിച്ച് എങ്ങനെ വളരണമെന്നുള്ളതാണ്. അത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്ന് സ്വയമേവ പകർന്ന് അവർക്ക് കിട്ടേണ്ട ഒരു അനുഭവമാണ്, അവർ വളരേണ്ട ഒരു അനുഭവമാണ് എന്നാണ് തോന്നുന്നത്. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ഒരു കുട്ടി എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ക്ലീൻ സ്ലേറ്റാണ്. അപ്പനും അമ്മയ്ക്കും ദാനമായി കിട്ടുന്ന ആ കുഞ്ഞൊരു ക്ലീൻ സ്ലേറ്റാണ്. അക്ഷരം എഴുതാൻ പഠിപ്പിക്കുന്നതിന് മുന്നേ തന്നെ കുറേ അക്ഷരങ്ങൾ അവൻ്റെ ഉള്ളിൽ അപ്പൻ്റെയും അമ്മയുടെയും, അതാണ് നിങ്ങൾ രണ്ടാളും പറഞ്ഞ ജീവിതത്തിൽ നിന്ന് പകർന്നത്. നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർക്കുന്നത് കൊണ്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള പണം സമാഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ കുട്ടി രൂപീകരിക്കപ്പെടും. പാപ്പ പറയണം, മാതാപിതാക്കൾ വിദ്യാഭ്യാസം നൽകുന്നവരെന്ന നിലയിൽ അവരുടെ കുട്ടികളിൽ വാത്സല്യം കൊണ്ടും മാതൃക കൊണ്ടും വിശ്വാസവും സ്നേഹപൂർണമായ ആദരവും നിക്ഷേപിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നിക്ഷേപമാണ് അർത്ഥം. ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ ആലോചിക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ പ്രസംഗത്തിനിടയിൽ വളരെ മനോഹരമായിട്ട് തോന്നി. കാരണം അച്ഛൻ പറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരണത്തിന് കുട്ടികളെ ഒരുക്കുന്ന ഒരു സമയമാണല്ലോ. അച്ഛൻ പറഞ്ഞു നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് കേൾക്കുമ്പോഴേക്കും പ്ലേറ്റ് ബുക്ക് ചെയ്യാനും ഓർഡർ ചെയ്യാനും ഐറ്റംസ്, അതിനാണ് ഇപ്പം നമ്മുടെ ശ്രദ്ധ. നമ്മൾ ആ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നത് മാറിപ്പോയി. അപ്പൊ അതാണ് കുട്ടികൾ കാണുന്നത്. അവന്റെ ആത്മീയ ഒരുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ അവനെ കുർബാന സ്വീകരണത്തിന് പഠിപ്പിക്കാൻ വിട്ടാലും തിരിച്ചു വരുമ്പോൾ ഒന്ന് വന്നിരുന്നിട്ട് ഇന്ന് എന്താണ് മോള് പഠിച്ചേ, മോൻ പഠിച്ചേന്നൊക്കെ ഒന്ന് ചോദിച്ച് അതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് ആ കുട്ടിയിൽ കുഞ്ഞിനാളിൽ ആ ഒരു രൂപപ്പെടുത്തൽ വേണമെന്ന് പറഞ്ഞത് ഓർക്കുമായിരുന്നു. അതിന് ഇതിൽ വരുന്ന പ്രശ്നം, ഇപ്പോൾ എൻ്റെ കയ്യ് എൻ്റെ ബുദ്ധി പറയുന്നത് അനുസരിക്കണമെങ്കിൽ കയ്യിനും തലച്ചോറിനും തമ്മിലൊരു ബന്ധം ഉണ്ടാവണം. അപ്പോൾ കുട്ടികളുടെ ധാർമ്മിക രൂപീകരണത്തിന് ശ്രമിക്കുമ്പോൾ മാതാപിതാക്കളുടെയാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. ഇനി ആ ശ്രമിക്കുമ്പോൾ അവർ ആദ്യം ഉണ്ടാക്കേണ്ടത് ഈ കുട്ടിയായിട്ടുള്ള നല്ല ഒരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഇപ്പോൾ പാരലൈസ് ചെയ്യുക, തളർവാദ രോഗീനെ സുഖപ്പെടുത്തി എന്നതിൻ്റെ പിറകിൽ വേറൊരു വ്യാഖ്യാനം അടങ്ങിയിരിക്കുന്നത് ബന്ധങ്ങൾ തളർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ടാക്കും, ഇതാണ് ചോദ്യം. ഈ കുട്ടിയുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ടാക്കും എന്നതിന് കുട്ടിക്ക് കൊടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്, നീ പരാജയപ്പെട്ടാലും നിൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയാലും നിൻ്റെ മാതാപിതാക്കൾ നിൻ്റെ കൂടെയുണ്ട്. ആ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക, വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ഒരു രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കുട്ടി ആണെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ അവനൊരു ആത്മബലം വരും. കാരണം ഇനിയും ഞാൻ വിജയിക്കും. അതിന് അപ്പനെ അമ്മയും തോൽക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ തന്നെ കുട്ടിയോട് ചോദിക്കരുത് 100 മാർക്കിൽ 1 മാർക്ക് എവിടെ പോയി 99 കിട്ടിയിട്ടുള്ളൂ എന്ന് അപ്പനെ അമ്മയും കുട്ടിയോട് ചോദിക്കരുത്. അപ്പോൾ പാരൻസ് LKG-യിലും UKG-യിലും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഒരു 10 മാർക്ക് കുറവോ 10ാം സ്ഥാനമോ കിട്ടിക്കഴിഞ്ഞാൽ ദുഃഖിക്കരുത്. കാരണം ചില കുട്ടികൾക്ക് കിട്ടില്ലേ. അപ്പോൾ ധാർമ്മിക രൂപീകരണം കിടക്കുന്നത് ഈ മാർക്ക് കുറയുമ്പോഴും സാരല്ലടാ മോനെ, ദൈവം നിനക്ക് വേറെ ഒരു വഴി വെച്ചിട്ടുണ്ട്, കാത്തിരിക്കുക എന്ന് പറഞ്ഞ ആത്മവിശ്വാസം കൊടുക്കുന്നതിലൂടെയാണ് ഈ ബന്ധം ആദ്യം സ്ഥാപിച്ചെടുക്കുന്നത്. ഇത് മാതാപിതാക്കൾ ബോധപൂർവ്വം ശ്രമിക്കേണ്ടി വരും അല്ലേ? പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇതാണല്ലോ,
ഇങ്ങനെയുള്ള രൂപീകരണത്തിന് വളരെ സഹായകമായിരുന്നു നമ്മുടെ ബൈബിളിലെ കഥകള്, മഹാന്മാരുടെ ചില ജീവിത ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക, ജീവചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇന്നിപ്പോൾ അതിനൊന്നും സമയമില്ലാത്ത അവസ്ഥയാണ്. കുഞ്ഞ് നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ നമ്മൾ ഫോർമേഷൻ ആരംഭിക്കുകയാണ്. ഓരോ നിമിഷവും അത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം. കുഞ്ഞ് നമ്മളോടൊപ്പമുള്ള സമയവും പിന്നെ ചെലവഴിക്കേണ്ട സമയം ഈ പറഞ്ഞ പോലെ ഇപ്പം സമയമില്ല എന്ന് നമ്മൾ പറയുമ്പോഴുമാണ് മാർപ്പാപ്പ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മാതാപിതാക്കള് വിതച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് വളർത്താനായിട്ട് കഴിയുള്ളൂ. മറ്റു നമ്മുടെ മുമ്പ് പറയുന്ന അധ്യാപകരെ കുറിച്ച് പറയുമ്പം അധ്യാപകർ അവരെ സഹായിക്കുന്നതാണ് അല്ലെ, ഫെസിലിറ്റേറ്റേഴ്സ് മാത്രമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പിങ്ങിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. തങ്ങളുടെ മക്കളെ വിശുദ്ധരായി വളർത്താൻ ശ്രമിച്ച ഒരു മാതാപിതാക്കൾ തങ്ങളുടെ അനുഭവം ഈ ക്ലിപ്പിങ്ങിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. അതിന് പ്രത്യേകമായിട്ട് വൈദികരാവാനായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ചൊരു പരിശീലനം കൊടുത്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കണം. അത് ഏതായാലും കളക്ടറൊക്കെ ആവാം, പക്ഷെ ഒരു വൈദ്യനാവണമെന്ന് വെച്ചാൽ ദൈവം വിളിക്കാണ്ട് സാധിക്കില്ല. പിന്നെ അത് പോകണമെന്ന് പറഞ്ഞു ഉടനെ ഞങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോരാനും പറഞ്ഞിട്ടുണ്ട്. മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ കാരണവന്മാരുടെ ഇന്ന് കിട്ടിയിട്ടുള്ള ചില ശീലങ്ങളാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തന്നെ ഞങ്ങൾ 14 മക്കളാണ്. നിർബന്ധമായിട്ട് അപ്പച്ചനമ്മയും പള്ളിയിൽ പോകുന്നത് നിർബന്ധമാണ്. അത് എത്ര വെയിലായാലും മഴയായാലും ആ ശീലം ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ മെയിനായിട്ട് കുട്ടികൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈദികരെ, അഭിഷിക്തന്മാരെ യാതൊരു കാരണവശാലും കുറ്റം പറയാൻ പാടില്ല. പിന്നെ പറ്റിക്കൽസ് പാടില്ല, വഞ്ചന എന്ന് പറഞ്ഞത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങൾ. അത് ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ മക്കളൊക്കെ ആയപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എന്തെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ അവരോട് പറയുന്നതിന് മുമ്പ് പള്ളിയിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ പള്ളിയിൽ പോയിട്ട് അവരോട് പള്ളിയിൽ പോകാൻ പറയുള്ളൂ. പ്രാർത്ഥനയായാലും നമ്മൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുത്തിട്ട് അവരോട് മുട്ടുകുത്താൻ പറയുള്ളൂ. എൻ്റെ മക്കൾ പഠിച്ചൊക്കെ ഒരുവിധം പ്രായപൂർത്തിയായപ്പോൾ തന്നെ അവർക്ക് വൈദ്യരാവണമെന്ന് അവർ പോട്ടേന്ന് ചോദിച്ചു. നമ്മൾ അതിന് യാതൊരു തടസ്സം പറഞ്ഞില്ല. അവർ പിന്നെ ചോദിച്ച് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ഇന്ന് നോക്കേണ്ട കാര്യമില്ല, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പോക്കോ, പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോകണോ. ഇന്നുള്ളതിൻ്റെ അത്രയും അറിവില്ല എനിക്ക് അന്ന് 3 മക്കളെ വളർത്തുമ്പോൾ, 2 ആൺകുട്ടികളും 1 മകളും. പക്ഷേ കൂടുതലായിട്ടും ഈ വീട്ടിൽ ക്രൈസ്തവ മൂല്യങ്ങളുള്ള മാസികകൾ മാത്രം വരുത്തുക എന്നുള്ളതും, സീനറികൾ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ തന്നെയും ഒരുവിധ മ്ലേച്ഛതയോ അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന യാതൊരു സീനറികളും ഉപയോഗപ്പെടുത്താൻ, അതിവിടെ പ്രദർശിപ്പിക്കാനോ കൊണ്ടുവരാനോ, അങ്ങനെ ഒരു പേപ്പർ കണ്ടാൽ അതെടുത്ത് മാറ്റിക്കളയുക എന്നുള്ളതായിരുന്നു ഞാൻ ശീലിച്ചത്. അവരറിയാതെ തന്നെ മാറ്റിക്കളയും. നല്ല വായനാശീലമുള്ള മകനാണ് എൻ്റെ മൂത്ത മകൻ. മിനിറ്റ് വെച്ച് സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ 1ഉം 2ഉം പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിയുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അപ്പോഴും നല്ല ബുക്കുകൾ തന്നെയാണ് വായിക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും. പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ഏത് കാര്യത്തിലും, എന്ത് കാര്യത്തിലും, കളിക്കാൻ പോകുമ്പോഴായാലും പഠിക്കാൻ പോകുമ്പോഴായാലും മത്സരങ്ങൾക്ക് പോകുമ്പോഴായാലും ഇവിടെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോഴപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മാത്രമാണ് അവരെ ഓരോ മത്സരവേദികളിലേക്കും വിട്ടിട്ടുള്ളത്. അവിടെയൊക്കെ അവർ സാധാരണ അത്ര അധികം മിടുക്കത്തിയൊന്നും അല്ലെങ്കിലും അവർ ആ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ട്രോഫികളൊക്കെ വാങ്ങി തന്നെയാണ് പോയത്. കുർബാന എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്.
അതിൻ്റെ രഹസ്യം ഒരു വൈദികനായി കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ രഹസ്യം മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. ഇതല്ലാതെ അത് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും മാജിക്കുകാർ പറയുന്ന പോലെ അല്ലെങ്കിൽ മാജിക്ക് പഠിക്കുന്ന പോലെ പഠിക്കുന്ന കാര്യമല്ല എന്നൊക്കെ തമാശയിൽ അവരോട് ഞാൻ പറയാറുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ 5ാം ക്ലാസ് മുതലേ അവരെ ഉപവാസവും നാരങ്ങ വെള്ളം മാത്രമാണ് അവർ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ ബുധനും ശനിയും എല്ലാ ആഴ്ചകളിലും ഇറച്ചിയും മീനും മുട്ടയും നോമ്പ് നോറ്റിരുന്നത്. ഇപ്പോൾ അച്ഛനായി കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു എനിക്ക് അവരുടെ സെമിനാരി പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ അവിടെ ശീലിക്കണം, അവിടെയുള്ളത് കഴിക്കണം എന്നുള്ള രീതിയിൽ അവർ ശീലിച്ചിട്ടുള്ളത്. ഏതൊരു കാര്യത്തിലും പ്രാർത്ഥിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ വിജയം നേടി. ഇപ്പോഴും അവർ വൈദികരാണ് എങ്കിലും എന്തൊരു പ്രോഗ്രാമിന് പോണതിന് മുമ്പ് അമ്മയൊന്ന് പ്രാർത്ഥിച്ചോളൂ, ഇന്ന് എനിക്ക് അവിടെ ക്ലാസ് ഉണ്ട് എന്ന് പറയാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് അവർക്കുണ്ട്. അവർ അത് പറഞ്ഞിരിക്കും എപ്പോഴായാലും. പരീക്ഷ ഉണ്ടെങ്കിലും ക്ലാസ്സിന് പോവുകയാണെങ്കിലും സെമിനാറിന് പോവുകയാണെങ്കിലും ഇന്ന് അവരെന്നേക്കാളും ഉയർന്ന സ്ഥാനത്താണെങ്കിൽ പോലും അവരത് വിളിച്ചു പറഞ്ഞിരിക്കും, ഇന്ന പ്രോഗ്രാം ഉണ്ട്, അമ്മ പ്രാർത്ഥിക്കണം എന്നുള്ളത് കാര്യം. അപ്പോൾ ഈ പ്രാർത്ഥനയിലുള്ള ആ വലിയ ആശ്രയബോധമാണ് അവർ ഇന്ന് വരെ ആയിരിക്കുന്ന എല്ലാ രംഗങ്ങളിലും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അവരെ ദൈവം അനുഗ്രഹിച്ചത്. ഇപ്പോഴും എനിക്ക് എല്ലാവരെക്കുറിച്ചുള്ള ഒറ്റ പ്രാർത്ഥന ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് ശക്തി പകരുന്ന ആ വിശുദ്ധ കുർബാനയിൽ എന്നും സംബന്ധിക്കാനുള്ള ഒരാഗ്രഹം, നമുക്ക് അതിനുള്ള അനുഗ്രഹവും നമുക്കും അടുത്ത തലമുറകൾക്കും ഉണ്ടാകട്ടെ എന്ന്. എനിക്ക് വളരെ പരിചയമുള്ളൊരു കുടുംബമാണ് വാസ്തവത്തിൽ ഈ അഗസ്റ്റിൻ ചേട്ടൻ്റെയും ബീന ടീച്ചറുടെയും കുടുംബം. 3 മക്കളിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ 2 പേര് ഇപ്പോൾ വൈദികരാണ്. ഒരാൾ MBBS കഴിഞ്ഞിട്ടാണ് അച്ഛനാകാൻ പോയതൊക്കെ. വാസ്തവത്തിൽ ആ കുടുംബം പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പകർന്നു കൊടുത്തിട്ടാണ് ആ മക്കളുടെ ഒരു ധാർമ്മിക രൂപീകരണമാകാം, ദൈവവിളിയിലേക്കുള്ള ഒരു ആകർഷണമൊക്കെ വന്നത്. സമൂഹത്തിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് മാറാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ശരിക്കും. ഞാൻ ഓർക്കുന്നത്, ഒരു അപ്പൻ 3 മക്കളെയും കൊണ്ടിട്ട് ട്രെയിൻ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ താഴെയുള്ള കൊച്ചിന് 6 വയസ്സേ ഉള്ളൂ. 8 വയസ്സായിട്ടുണ്ട്. 7 വയസ്സിന് താഴെയുള്ളവരെ വേണമെങ്കിൽ ടിക്കറ്റ് ഒഴിവാക്കാം, ഇവനെ കണ്ട അത്രയ്ക്ക് തോന്നുമില്ല. അപ്പോൾ കൗണ്ടറിലിരിക്കുന്ന ആൾ ചോദിച്ചു, സുഹൃത്തെ ഇവന് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധിച്ചത്. ഇവന് 8 വയസ്സാണെന്ന് അവനറിയാം, പക്ഷെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് 7 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. അവനത് വായിച്ചിട്ട് ഞാൻ ടിക്കറ്റ് അവന് എടുക്കാതിരുന്നാൽ അവൻ അവിടെ എഴുതിയത് വായിക്കും. അവൻ 8 വയസ്സാണെന്ന് അവനറിയാം, എഴുതിയത് എന്താണ്? 7 വയസ്സിന് താഴെയുള്ളവർക്കാണ്. കുടുംബങ്ങളിൽ സിനിമയ്ക്ക് പോകുമ്പോഴും ബസ്സിൽ കയറുമ്പോഴും ഒക്കെ ഒരു ടെൻഡൻസി, വളരെ നിസ്സാര കാശുള്ളെങ്കിൽ പോലും അത് പറ്റിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ പല കുടുംബങ്ങളിലും 3 വയസ്സിന് ശേഷമുള്ളവർക്ക് സിനിമ. ഈ ട്രെയിനിലും ബസ്സിലും ഒക്കെ ഒരുപാട് എന്ന് യാത്ര ചെയ്താൽ ഈ കൺഫ്യൂഷൻ നമ്മൾ കാണാറുണ്ട്. അപ്പൊ കുട്ടികൾക്കുണ്ടാകുന്ന ആ ഒരു അവരുടെ കിട്ടുന്നൊരു കാഴ്ചപ്പാടാണ് പ്രധാനപ്പെട്ടത്. പിതാക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന, അത് തന്നെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതിൻ്റെ തുടർച്ചയായിട്ട് പറയാനുള്ളത്, ഈ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ട്രസ്റ്റിലൂടെയാണ്. അത് 2 കാര്യം അവർ ശ്രദ്ധിക്കും. ഒന്ന്, എൻ്റെ അപ്പൻ മറ്റുള്ളവരെ പറ്റിക്കുന്നുണ്ടോ, ഒന്ന് എൻ്റെ അപ്പൻ എന്നെ പറ്റിക്കുന്നുണ്ടോ. അതായത് ഇത് രണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പുറമേയുള്ള ആൾക്കാരോടൊക്കെ മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അവർ വളരെ ഗൗരവത്തോടെ എടുക്കുക കാര്യങ്ങൾ. അപ്പോൾ 2 വോയിസ് ഉള്ള ആളാവാൻ പാടില്ല. അപ്പോൾ അപ്പനെ കുറിച്ച് അമ്മയെക്കുറിച്ചും കുട്ടികൾക്കുണ്ടാവേണ്ട ട്രസ്റ്റ്, എൻ്റെ അപ്പൻ എന്നെ കൈവിടില്ല, ഞാൻ പരാജയപ്പെട്ടാലും എന്നെ കൈവിടില്ല, എൻ്റെ അപ്പൻ ചതിയനല്ല, സത്യസന്ധനാണ്. ഇത് ബിൽഡ് ചെയ്യാത്തതുകൊണ്ടാണ് കുട്ടികൾ പല കാര്യങ്ങളും നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് വന്ന് പറയാത്തത്. കാരണം അവർക്ക് പാരന്റ്സിന് വിശ്വാസമില്ലാതെ അപ്പം പോയി അപ്പുറത്ത് പറയോ, അമ്മ പറയോ, ഇപ്പുറത്ത് പറയോ എന്നൊക്കെ ചിന്ത. അപ്പോൾ പാരന്റ്സ് ധാർമ്മിക രൂപീകരണ പ്രക്രിയയിൽ പാരന്റ്സിന്
മക്കൾ പറഞ്ഞാൽ കേൾക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ക്രമേണ വളർത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയയിൽ ആ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ എന്നെ കൈവിടില്ല എൻ്റെ അപ്പൻ, അതായത് ദൈവത്തെക്കുറിച്ച് നാം പറയുന്നുണ്ട്. എന്ത് ആരെന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ല എന്ന് പറയുന്ന പോലെ ആരെന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് ഒരു കുട്ടിക്ക് ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഇതുപോലെ തന്നെ മക്കളെ വിശ്വസിച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുക. ചില കാര്യങ്ങൾ ഇപ്പം അതൊരു രഹസ്യമാകാം, കുടുംബത്തിൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ടാസ്ക് ആകാം, അത് ചെയ്യട്ടെ, അവർ വിശ്വസിച്ച് ഏൽപ്പിക്കുക. അപ്പം അത് കുട്ടികൾക്കുണ്ടാവുന്ന ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ട് അവിടെ. എന്നിൽ എൻ്റെ ഡാഡിക്ക് നല്ല വിശ്വാസമുണ്ട്, എൻ്റെ മമ്മിക്ക് വിശ്വാസമുണ്ട്. അത് ഒത്തിരിയേറെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഒരു കാര്യം. പറഞ്ഞ കാര്യമില്ലേ, ഇതിനെ നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ലാത്ത കേട്ടച്ച. കാരണം ഇപ്പം മാതാപിതാക്കള് ഇറച്ചി വാങ്ങാനോ മീൻ വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ ഒന്നും മക്കളെ വിടില്ല. എന്നെയൊക്കെ 9 വയസ്സുള്ളപ്പോഴാണ് ഒരു ലിസ്റ്റും തന്ന് പലചരക്ക് വാങ്ങാൻ വിടുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ദൗത്യം. അതോടൊപ്പം നമ്മളവരെ വളർത്തുകയാണ്, അവരെ വളർത്തുകയും നമ്മളവരെ ശ്രദ്ധിക്കുകയും വേണം. അവർ കൊണ്ടുവരുന്ന കാശും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളവരെ വിശ്വസിക്കുന്നു, അതോടൊപ്പം അവർക്ക് ചില കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുകയും വേണം. അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇച്ഛാശക്തി ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് അവർക്ക്. ഈ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, കൊടുത്തു കഴിഞ്ഞാൽ എത്ര ബാക്കി കിട്ടണം. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കാം, എനിക്ക് പേഴ്സണലി അറിയണം, ഇത്രയും ഇങ്ങനെ ചെയ്യാതിരുന്നുകൊണ്ടേ വിവാഹം കഴിഞ്ഞിട്ടും എനിക്ക് അടുത്തറിയുന്ന ഒരു ഫാമിലിയാണ്. ഒരു കാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. കാരണം അപ്പനും അമ്മയും ഇങ്ങനെ വിചാരിച്ചു അവൻ പോയാൽ ശരിയാവില്ല, അവൻ കടയിൽ പോയി ഇന്ന സാധനം വാങ്ങിച്ചാൽ അത് ശരിയാവില്ല എന്ന് വിചാരിച്ച് എല്ലാവരും ചെയ്തു കൊടുത്തു. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. കാരണം ഒന്നും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുവാൻ നേർവഴിയിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടായിരുന്നിരിക്കും. കാരണം സമൂഹം അത്ര മെച്ചപ്പെട്ട സമൂഹമൊന്നുമില്ല. മാഷ് പറഞ്ഞ പോലെ ബിസിനസ്സിൻ്റെ ആദ്യപാഠങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ് ബിസിനസ് ലോകം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ വന്നാലും അത്തരം തിരിച്ചടികൾ അവിടെ ഉണ്ടായാലും വീട്ടിൽ അപ്പനും അമ്മയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ വഴി ഇതാണ്, നമ്മൾ സത്യവും നന്മയും നീതിയുമേ ഉള്ളൂ എന്നുള്ള ഫോർമേഷനാണ് ഈ ചെറിയ ടാസ്കിലൂടെയും. താൽക്കാലികമായ സന്തോഷങ്ങളെ നമ്മൾ വേണ്ടെന്ന് വെക്കണം. അതിപ്പോ ഒട്ടും പറ്റാറില്ല. കാരണം നമ്മൾ കാണാറില്ലേ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ നിലത്ത് കിടന്ന് ഉരുളുന്നവരെന്ന് പറഞ്ഞാൽ ആ ചെറിയ സന്തോഷത്തിന് വേണ്ടി ഇല്ലെങ്കിൽ ചെറിയ ഒരു കടമ്പ കടക്കാൻ മാതാപിതാക്കൾക്ക് പറ്റാത്തത് കൊണ്ടാണ്. മാർപ്പാപ്പ ഈ ഗ്രന്ഥത്തില് പറയുന്ന ഒരു കാര്യം അതാണ്. അതായത് കുട്ടികൾ സ്വയം തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ കുർബാന കാണേണ്ടത്? ഇപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞായറാഴ്ച കടാണ്, അല്ലെങ്കിൽ അച്ഛൻ കാറ്റീസിന് കയറ്റില്ല, നരകത്തിൽ പോവും. ഇതൊന്നുമല്ല. നിനക്ക് ദൈവത്തിന് നന്ദി പറയാനുള്ള അനേകം എന്താ പറയാ അനവധിയായ നന്മകൾക്ക് നന്ദി പറയാൻ പറ്റാത്തതിന് നന്ദി പറയാനുള്ള മോനെ എന്ന് അവൻ സ്വയം തീരുമാനം എടുത്ത് അവൻ്റെ ഇച്ഛാശക്തി പ്രയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ് ധാർമ്മിക രൂപീകരണത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പാരൻസ് ഓരോ പടിയിലും തിരിച്ചറിയാം. ഒരാൾ എന്നോട് ചോദിച്ചേ, ഒരു 10-15 വയസ്സ് തൊട്ട് 10-60 വയസ്സ് വരെ സഭയായിട്ട് ഇടപെട്ടു. എന്നിട്ട് സാറിന് ഇന്നേ വരെ അച്ഛന്മാരുടെ ഭാഗത്തു നിന്നൊന്നും യാതൊരു നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും പോകുന്നത്? അപ്പോൾ ഇവിടെയാണ് ചെറുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പള്ളിയിൽ പോകുന്നതും കുർബാന കാണുന്നതും ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. ഒരു അച്ഛനുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമല്ല, ഈവൺ എൻ്റെ പാരൻസുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗം പോലുമല്ല എന്ന അവസ്ഥയിലേക്ക് വളർത്താൻ എൻ്റെ പാരൻസിന് കഴിഞ്ഞു എന്നതാണ് അതിന്റെ വിജയം. ഭാര്യ അകന്ന് ഭർത്താവിൽ നിന്ന് ഒരു നെഗറ്റീവ് പോയിന്റ് ഇല്ലാത്തത് കൊണ്ടാണോ ഭാര്യ ഭർത്താവിനോട് കൂടെ നിൽക്കുന്നത്? ഇല്ല, നെഗറ്റീവ് ഒക്കെ ഉണ്ടാകാം. ഇതേ റിലേഷനാണ് സമൂഹവുമായുള്ളതും. ഒരു വലിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ധാർമ്മിക രൂപീകരണത്തെക്കുറിച്ച് ചർച്ചകൾ നമുക്കിനിയും മുൻപോട്ട് പോകണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ തങ്ങളുടെ മക്കളെ എങ്ങനെയൊന്നും വളർത്താൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടം ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അവരോട് പ്രത്യേകമായിട്ട് നമുക്ക് എന്തെങ്കിലും
പറയാൻ? ഇല്ല, അവരെ കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഓക്കെ, അത് അംഗീകരിക്കുന്നു, ദാറ്റ് ഈസ് ഇറ്റ് ഹാപ്പൻഡ്. പക്ഷേ ഇനി എൻ്റെ ചുറ്റുപാടുമുള്ള, ഇപ്പം എൻ്റെ മക്കളൊക്കെ വലുതായി, ഇനി പേരക്കിടാങ്ങളുണ്ടെങ്കിൽ ആ പേരക്കിടാങ്ങളെ ചുറ്റുമുള്ള കുട്ടികൾക്ക് ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയിലൂടെ എന്ത് ധാർമ്മികമായ ഒരു മൂല്യമാണ് പകർന്നു കൊടുക്കാൻ പറ്റുക? അതൊരു കൊച്ചു വാക്കാകാം, ഒരു കൊച്ചു പ്രോത്സാഹനമാകാം, ഒരു ജീവിത മാതൃകയാകാം കൊടുക്കാൻ സാധിക്കുക. അതാ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. മറ്റതിനെ കുറിച്ച് ദുഃഖിച്ചിരുന്നിട്ട് നമ്മൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ഇതൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഒരു 60 വയസ്സ് വരെ ഞാൻ ചെയ്ത കാര്യത്തിനേക്കാൾ 50,000 ഇരട്ടി കിടക്കുന്നത് ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷെ അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നത്, എൻ്റെ പൊന്ന് ദൈവമേ, എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമ്മൾ അംഗീകരിക്കുന്ന നിമിഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മാഷ് പറഞ്ഞ ഇപ്പം പറഞ്ഞ പോയിന്റ്, സ്വയം തിരുത്തലുകൾ, സ്വയം ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ, ഇതൊക്കെ ഇപ്പോഴുള്ള മാതാപിതാക്കൾക്ക് ചെറുപ്പക്കാർക്ക് കുറച്ച് പിടിവാശിയൊക്കെ ആയിട്ട് അവരവർ സഞ്ചരിക്കുന്ന പാതയിൽ തന്നെ മുന്നോട്ട് പോകണം. അത് നടക്കില്ല കുടുംബ ജീവിതത്തിൽ. തയ്യാറല്ല. ഇതിൽ പറയുന്ന ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ തൽക്കാലം ഈ ചർച്ചകൾ അവസാനിപ്പിക്കാം. ധാർമ്മിക രൂപീകരണത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകളാണ് പാപ്പ ഈ പുസ്തകത്തിൽ പങ്കുവയ്ക്കുക. ധാർമ്മിക പരിശീലനം എപ്പോഴും സജീവമായ രീതികൾ ഉപയോഗിച്ചും സംവാദത്തിലൂടെയും നടത്തണം. സൂക്ഷ്മതയോടെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നടത്തണം. സ്വയം തിരിച്ചറിഞ്ഞ് സ്വാംശീകരിക്കത്തക്കവണ്ണം അനുപാനപരമായി അത് നടത്തണം. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ധാർമ്മിക രൂപീകരണം ദൈവം പ്രധാനമായും നമ്മെ തന്നെ, മാതാപിതാക്കളെയാണ് ഏൽപ്പിച്ചതെന്ന ബോധ്യത്തോടെ നമുക്ക് ഈ ചർച്ചയിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ, പ്രധാനമായും മാതാപിതാക്കളുമായി ഉള്ള ബന്ധം, അവരോടുള്ള വിശ്വാസം, അതാണ് ധാർമ്മിക രൂപീകരണത്തിൻ്റെ അടിത്തറ എന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു. കുട്ടികളുടെ ധാർമ്മിക രൂപീകരണം മാതാപിതാക്കളായ നമ്മളുടെ ഗൗരവവഹമായ ഉത്തരവാദിത്തമാണ്, കടമയാണെന്നുള്ള ഈ തിരിച്ചറിവ് നമുക്ക് സ്വീകരിക്കാം. ദൈവം ഇത് നിർവഹിക്കാനുള്ള കൃപ നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.